ഞാൻ ഇവിടെ ഫാത്തിമ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ലൈക്ക് നിയർ ടു ലിസ്ബോ. സോ ക്രിസ്ത്യൻസിന് അത്യാവശ്യം അറിയാവുന്നവരാണ് ഫാത്തിമ എന്ന സ്ഥലം. കാരണം ഫാത്തിമ മാതാവ്, ലൈക്ക് മാതാവ് ഡയറക്റ്റ്ലി പ്രതിഷ്ഠയുടെ സ്ഥലം, അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ട്രിപ്പാണ്. ഇവിടുത്തെ ഡെസ്റ്റിനേഷൻസാണ് ലൈക്ക് ഇൻട്രസ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റേറ്റ് പോകുന്ന പോലെ ഡെസ്റ്റിനേഷൻ ആണ് പറഞ്ഞത്. സോ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്, ഗോവ. സോ ബസ്സിൽ കയറിയിരിക്കുന്നു. ദിസ് ഈസ് മൈ ഫ്രണ്ട് അച്ചു ജോസഫ് ഫ്രം ഓൾ ദ വേ ഫ്രം ആലപ്പുഴ. എൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട് കാസർഗോഡുകാരൻ ഹരി. ഹരി ബിസിയാണോ? ഓൾ ദ വേ ഫ്രം കണ്ണൂർ. ബസ്സിൻ്റെ സീറ്റ് കംഫർട്ടബിൾ ആണ്. ഇവിടെ ഒരു സോ ബസ്സിൻ്റെ സീറ്റ് വരുവാണെങ്കിൽ കംഫർട്ടബിൾ ആണ്. സ്ലൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്ലൈഡ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് പ്രീറ്റി മച്ച് കംഫർട്ടബിൾ. ലൈക്ക് ആംബ്രസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഇച്ചിരിക്കാം. ആൻഡ് ഇവിടെ ടേബിളുണ്ട്, ഇവിടെ ഫുഡ് ഡ്രസ്സൊക്കെ ഉണ്ട്. ലൈക്ക് മിനി ഫ്ലൈറ്റിൽ സീറ്റ് വരാണ്ട്, ലൈക്ക് ടേബിൾ ഉണ്ട്, ലൈക്ക് കപ്പ് ഹോൾഡർ. ഫുഡില്ലെങ്കിൽ തന്നെ പറ്റും. പക്ഷേ 6 മണിക്കായിരുന്നു എടുക്കേണ്ടത്. കറക്റ്റ് 6:05 ആയപ്പോഴത്തേക്കും പുറത്തുനിന്ന് വിട്ട് ഓൺ ദ വേ. ഫൈനലി റീച്ച്ഡ് ഇൻ ഫാത്തിമ ബസ് സ്റ്റേഷനിലാണ്. പിന്നെ ഇനി ആ മാതാവിൻ്റെ ഏരിയയിലോട്ട് പോകാനുള്ള വെയിറ്റിംഗ് പീരീഡ്. സോ ബസ് ഇറങ്ങി വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ വന്ന. സോ ഞങ്ങൾ പോർത്തിൽ ഇപ്പോൾ സമ്മർ ലൈക്ക് ക്ലൈമറ്റാണെങ്കിൽ ഇപ്പോൾ ഇറ്റ്സ് അറൗണ്ട് 20+ ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. ഞങ്ങൾ ആ ഒരു ഇതിലാണ് വന്നത്. കാരണം ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് നോർത്ത് സൈഡിലാണ്, ഫാത്തിമ വരുന്ന സൗത്ത് സൈഡിലാണ് പോർച്ചുഗലിൽ. സോ നോർത്ത് വരുമ്പോഴത്തേക്കും അറൗണ്ട് ടെമ്പറേച്ചർ നമുക്ക് സെയിം ആയിരിക്കും. ബട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് തണുപ്പുണ്ട്. 13 ഡിഗ്രീസാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ. സോ അങ്ങനെ എനിക്ക് നോക്കാം. എന്തായാലും പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ദൂരയിൽ കിടന്നു വിൻമിൽ. സോ അവിടെ ഒരു വിൻമില് കണ്ടു, നിങ്ങൾ കാണിച്ചത് സ്ഥലം ലൈക്ക് ഇറ്റ്സ് ഗുഡ്. ആളില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ബാക്കിൽ കാണുന്ന ആ ബിൽഡിങ് അവിടെയാണ് ലൈക്ക് എൻ്റെ മെയിൻ ഘടകം. ലൈക്ക് ചാപ്പൽ അങ്ങനെയാണ് പറയാം. സോ ഇപ്പോൾ വേറെ മലയാളീസ് ഉണ്ട്. അപ്പോൾ വേറെ മലയാളീസിനെ മീറ്റ് ചെയ്യാം. നമുക്ക് പോകുമ്പോൾ പറയാം. സോ ഇവിടുത്തെ ഒരു പള്ളിയിൽ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പള്ളിയുണ്ട്. പക്ഷേ ആ പള്ളിയിൽ പോർച്ചുഗീസ് കുർബാന കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വെളിയിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്, ലൈക്ക് ഒരു ഡോം ഷേപ്പിൽ വരുന്നത്. അത്രയും കാണുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ മേലോട്ടൊക്കെ ഒരു ലൈക്ക് ഒരു കർവിങ് ഉണ്ട്. ആൻഡ് ലൈക്ക് ഇതിൻ്റെ എൻട്രൻസ് വരുമ്പോഴത്തേക്ക് ഈ ഡോറിൻ്റെ എൻട്രൻസ് വരുമ്പോഴത്തേക്ക് ഒരു ബൈബിൾ കോട്ടാണ്. അതെ, ബൈബിൾ കോട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഹ്യൂജ് ബിൽഡിംഗ് ആണ് ആക്ച്വലി. ഈ കോംപ്ലക്സ് മൊത്തം ഫാത്തിമ മാതാവിൻ്റെ ഇതിന് വേണ്ടിയുള്ളത്. ഈ പള്ളിയിലായിരുന്നു ലൈക്ക് ഞാൻ പറഞ്ഞ ഡോം ഷേപ്പാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. സോ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാണ് മെയിൻ ചർച്ച്. സോ ഇതുകൊണ്ടാണ്
ചർച്ചിൻ്റെ അങ്കണം ലൈക്ക് സറൗണ്ടിങ്സ്. സോ അവിടെ കണ്ടോ കുരിശുണ്ടോ? ഇറ്റ്സ് ആക്ച്വലി ഗുഡ് റെപ്രസെൻറ്റേഷൻ ആണ്. ലൈക്ക് വുഡൻ ഫ്രെയിമിലാണ്. And a lot of people, like ലോകത്ത് എല്ലായിടത്തുനിന്ന് ആൾക്കാർ വരുന്നൊരു പിലിഗ്രിം സെൻ്ററാണ് ഫാത്തിമയിലെ. അതാണ്. സോ അവിടെയാണെങ്കിൽ ഐ തിങ്ക് ഹോളി മാസം തോന്നുന്നു. സോ മാതാവിൻ്റെ രൂപം നിൽക്കുന്ന സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നത്. ഇതാണ് മെയിൻ ചാപ്പൽ. ഇപ്പോൾ ജന്മതാന്നുകൊണ്ടിരിക്കുകയാണ്. ജനക്കൂട്ടം, നല്ല ജനക്കൂട്ടം ഉണ്ട് ഇവിടെ. അതിനകത്ത് മ്യൂസിയത്തിൻ്റെ ആർട്സാണ്. Ave Maria, cheia de graça, o Senhor é convosco. Bendita sois. ഇവിടെ ഒന്നിരിക്കും കൊന്ത ഒരു മ്യൂസിയത്തിന് ഇൻസൈഡിൽ കൊന്ത ഇങ്ങനെ മേക്ക് ചെയ്തിരിക്കും, ലൈക്ക് ലൈറ്റ് ബൾബ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് I mean, if you know this is the human anatomy. സോ ഇവിടെയാണ് മറ്റേ മാതാവിന് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേരുടെ കബറിടം ഇതും. സോ പള്ളിയാണ്. ആൻഡ് ദിസ് ഇസ് എ ചർച്ച്. അത്യാവശ്യം ടൂറിസ്റ്റിക്കാണ്. ഇത് രണ്ടാമത്തെ ആളുടെ ഫ്രാൻസിസ്കോയുടെ രണ്ടാമത്തെ ആൾ, അദ്ദേഹത്തിൻ്റെ കബറിടമാണ് ഇവിടെ. സോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫസ്റ്റ് പേഴ്സണിൻ്റെ, ആദ്യത്തെ രണ്ടുപേരുടെ. This is the church which holds the tomb of these three people.